Good morning, dear students. Welcome to all. Today, let us discuss the next poem named Once Upon a Time by Gabriel O'Hara. You can see the poem at the page number 44. First of all, let us discuss the introduction of that poem. Gabriel O'Hara was born in 1921. Is a Nigerian poet and novelist who was born in Bumondi in Yenagoa. ഒക്കാര 1921 ജനിച്ചത്. ഒരു നൈജീരിയൻ നോവലിസ്റ്റും കവിയുമായിരുന്നു അദ്ദേഹം. The first modernist poet in Anglophone Africa, he is best known for his early experimental novel, The Voice. അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതുന്ന ആദ്യത്തെ ആഫ്രിക്കൻ കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരീക്ഷണ നോവലായ ദ വോയിസ് അദ്ദേഹത്തിന് പല പുരസ്കാരങ്ങളും നേടിക്കൊടുത്തിരുന്നു. ദ വോയിസ് ഈസ് ഹിസ് അവാർഡ് വിന്നിംഗ് പോയട്രി പബ്ലിഷ്ഡ് ഇൻ ദ ഫിഷർമാൻസ് ഇൻവൊക്കേഷൻ 1978 ആൻഡ് ദ ഡ്രീമർ, ഹിസ് വിഷൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളാണ്. ദ ഫിഷർമാൻസ് ഇൻവൊക്കേഷൻ 1978. ഈ കവിതയും വളരെ പ്രശസ്തമാണ്. ഒക്കാര ഇൻകോർപ്പറേറ്റഡ് ആഫ്രിക്കൻ തോട്ട്, റിലീജിയൻ, ഫോക്ക്ലോർ ആൻഡ് ഇമേജറി ഇൻ ടു ബോത്ത് ഹിസ് വേഴ്സ് ആൻഡ് പ്രോസ്. അദ്ദേഹം ആഫ്രിക്കൻ ചിന്തകൾ, മതം, അതുപോലെ തന്നെ നാടോടിപ്പാട്ടുകൾ, ആഫ്രിക്കൻ തൂലികാ ചിത്രങ്ങൾ മുതലായവയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിലുടനീളമുണ്ടായിരുന്ന പ്രമേയങ്ങൾ. ഹി ഹാസ് ബീൻ കോൾഡ് ദ നൈജീരിയൻ നെഗ്രിറ്റൂറിസ്റ്റ്. അദ്ദേഹത്തിനെ നൈജീരിയൻ നെഗ്രിറ്റൂഡിസ്റ്റ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു. വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ദ മോഡേൺ നൈജീരിയൻ ആൻഡ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ. മോഡേൺ നൈജീരിയൻ ആൻഡ് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൻ്റെ ഒരു സ്ഥാപകനായിരുന്നു അദ്ദേഹം. He served as a link between colonial poetry and vigorous modernist writing that began to appear in Nigeria around the time of the national independence in 1960. 1960 നൈജീരിയക്ക് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടി. അത് കഴിഞ്ഞുണ്ടായ ആധുനിക എഴുത്തും കൊളോണിയൽ കവിതയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ലിങ്കായി അദ്ദേഹം പ്രവർത്തിച്ചു. ഇൻ അഡീഷൻ ടു നോവൽ ആൻഡ് സെവറൽ ബുക്സ് ഓഫ് പോയട്രി, നോവലിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് കവിതാ സമാഹാരങ്ങൾക്കും പുറമെ ഒക്കാര ഹാസ് പബ്ലിഷ്ഡ് 2 കളക്ഷൻ ഓഫ് ചിൽഡ്രൻസ് പോയട്രി. ഒരു 2 വലിയ സമാഹാരങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ചിൽഡ്രൻസ് ആയിരുന്നു അത്. ലിറ്റിൽ സ്നേക്ക് ആൻഡ് ലിറ്റിൽ ഫ്രോഗ് 1992 ആൻഡ് ആൻ അഡ്വഞ്ചർ ടു ജുജു ഐലൻഡ് 1992. ഈ 2 പോയമാണ് അത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഗബ്രിയൽ ഒക്കാര ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഹൈലി ഒറിജിനൽ ആൻഡ് അൺഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ പോയറ്റ്സ്. ഒക്കാരയെ തനതായി എഴുതുന്ന കവിയായിട്ട് പറയാറുണ്ട്. ആൻഡ് ഹീസ് ലാർജ്ലി അൺഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ പോയറ്റ്സ്. മറ്റുള്ള എഴുത്തുകാരുടെ സ്വാധീനമൊന്നും നമുക്ക് ഒക്കാരയിൽ കാണാൻ സാധിക്കില്ല. ഹി ഹാസ് ബീൻ എക്സ്ട്രീംലി സക്സസ്ഫുൾ ഇൻ ക്യാപ്ചറിങ് ദ മൂഡ്സ്, സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ ഭാവങ്ങളും കാഴ്ചകളും സംഗീതവും എല്ലാം ഒക്കാരയിൽ നമുക്ക് കാണാൻ സാധിക്കും. His poems show great sensitivity, perceptive judgments and a tremendous energy. അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ വികാരപരവും ഉത്തേജനം നൽകുന്നവയുമാണ്. ഒക്കാര also shows a concern of the topic of what happens when the ancient culture of Africa is faced with the modern Western culture. ആഫ്രിക്കൻ സംസ്കാരം പുതിയ പാശ്ചാത്യൻ സംസ്കാരവുമായി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം ആകാംക്ഷയുള്ള ആളായിരുന്നു ഗബ്രിയേൽ ഒക്കാര. ദ പോയം വൺസ് അപ്പോൺ എ ടൈം റിട്ടൺ ബൈ ഗബ്രിയേൽ ഒക്കാര ഇല്ലുസ്ട്രേറ്റ് ദ ചേഞ്ചസ് എ ഫാദർ ഹാസ് ബീൻ സീൻ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് വെൻ ഹാവ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വേ സൊസൈറ്റി ഹാസ് ചേഞ്ച്ഡ്.
വൺസ് അപ്പോൺ എ ടൈം എന്ന ഈ ഒരു കവിത മാറ്റങ്ങളെയാണ് കാണിക്കുന്നത്. ഒരു പിതാവ് തൻ്റെ മകനിലുണ്ടാകുന്ന മാറ്റങ്ങളും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇവിടെ പ്രതിപാദിക്കുന്നു. ഒക്കേറ ലാമൻസ് ദ ലോസ്റ്റ് ഇന്നസെൻസ് ഓഫ് യൂത്ത്. ചെറുപ്പത്തിൻ്റെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ച് ഒക്കേറ വിലപിക്കുന്നുണ്ടായിരുന്നു. ഇൻ ഇറ്റ് ഹി കണ്ടംസ് ദ ഹിപ്പോക്രസി ഓഫ് അഡൽട്ട്സ്, the hemmed in and constrained by the rules and conventions. വിവിധ സന്ദർഭങ്ങളിൽ വിവിധ തരം മുഖമൂടികൾ അണിയുന്ന മുതിർന്നവരെപ്പറ്റി ഒക്കേറ കുറ്റം പറയുന്നു. അഡോപ്റ്റിംഗ് മാസ്ക് ഫോർ ഡിഫറെൻറ്റ് ഒക്കേഷൻസ് ഫോർ ലൈയിങ്, ചീറ്റിംഗ് ആൻഡ് ബിട്രേയിങ്, whereas childhood is portrayed as a time of honest laughter and spontaneity. പലപ്പോഴും സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കും നാട്ടുനടപ്പുകൾക്കും നോക്കിയാണ് മുതിർന്നവർ പ്രവർത്തിക്കുന്നത്. അത് അവരെ നുണകൾ പറയാനും ചതിക്കാനും പ്രേരിപ്പിക്കുന്നു. എന്നാൽ കുട്ടിക്കാലം വളരെ നിഷ്കളങ്കമായ ചിരിയുടെയും പെരുമാറ്റത്തിൻ്റെയും കാലമാണ്. The speaker reminiscens about a time when the people were sincere and caring in their dealings with one another. He speaks regretfully about the present time, when the people are not like before. അദ്ദേഹം വളരെയധികം ഓർക്കുകയാണ് മറ്റുള്ളവരോട് ആത്മാർത്ഥതയോടെ പെരുമാറുകയും അവരെ സ്നേഹിക്കുകയും ചെയ്ത ഒരു കാലത്തെ പറ്റിയാണ് അദ്ദേഹം ഓർക്കുന്നത്. ഇപ്പോഴത്തെ ജനങ്ങളുടെ പെരുമാറ്റം ഒട്ടും തന്നെ കവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. He seems to feel that people have lost the innocence and openness which he now sees in his young son. He wants to regain that innocence. അവരുടെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ അവരുടെ ആ ഓപ്പൺ മൈൻഡും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ തൻ്റെ മകനിൽ മാത്രമേ ഇപ്പോൾ കവി കാണുന്നുള്ളൂ. തൻ്റെ ആ പഴയ നിഷ്കളങ്കത കവിക്ക് തിരിച്ചു പിടിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്. തൻ്റെ മകനിൽ കാണുന്ന അതേ സ്വഭാവം കവിക്ക് പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു. അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ആഗ്രഹമാണ് ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത്. The last paragraph. Gabriel O'Hara speaks about Africa's cultural changes with the coming of the Western cultures. പാശ്ചാത്യൻ സംസ്കാരങ്ങളുടെ കടന്നുവരവോടെ ആഫ്രിക്കൻ സംസ്കാരത്തിൽ വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയാണ് ഒക്കേറ സംസാരിക്കുന്നത്. The poet uses this poem to convey his feelings about the loss of traditional African culture against the Western influences. പാശ്ചാത്യൻ സംസ്കാരം ആഫ്രിക്കൻ സംസ്കാരവുമായി കൂട്ടിമുട്ടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. He explains what happens when traditional African culture meets the forces of the Western way of life. അതുപോലെ തന്നെ the overall theme of this poem, ഈ ഒരു കവിതയുടെ പ്രധാനപ്പെട്ട പ്രമേയം എന്നാൽ is about the happier times gone past and hopes for a happy ending for which the writer longs for. As in a fairy tale, therefore, use Once Upon a Time as the title of this poem. എല്ലാ കാര്യങ്ങളും ഭംഗിയായി കലാശിക്കുമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ കവിത അവസാനിക്കുന്നത്. ഒരു യക്ഷി കഥയിലെന്ന പോലെ അല്ലെ, ഫെയറി ടെയിൽസിലെ പോലെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ കവിതയ്ക്ക് ഒരിക്കൽ അല്ലെ, വൺസ് അപ്പോൺ എ ടൈം, എല്ലാ കഥകളുടെയും ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നതാണ് വൺസ് അപ്പോൺ എ ടൈം അല്ലേ, അത് മുന്നേ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ഈ ഒരു തലക്കെട്ട് നൽകാൻ തന്നെ കാരണം അതാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു കാലഘട്ടം, എന്നാൽ അത് ഭംഗിയായി നടക്കുമെന്നുള്ള ഒരു പ്രത്യാശയും നമുക്ക് ഈ ഒരു ടൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ലെറ്റ് us discuss the poem Once Upon a Time. Once upon a time, son, they used to laugh with their hearts and laugh with their eyes, but now they only laugh with their teeth, while their eyes block cold eyes search behind my shadow. Once upon a time, ഒരിക്കൽ, son, മകനെ, they used to laugh with their hearts. Dear son, people used to laugh with their hearts. അന്ന് അവർ
ജനങ്ങൾ ചിരിക്കുന്നത് ഹൃദയം കൊണ്ടായിരുന്നു. ആൻഡ് laugh with their eyes. ആൻഡ് joy showed through their eyes. അവരുടെ കണ്ണുകളിലൂടെ നമുക്ക് സന്തോഷം കാണാൻ സാധിക്കുമായിരുന്നു. But now they only laugh with their teeth. While their cold eyes search behind my shadow as they don't even to want look at me. ഇന്നവർ നമ്മോട് പല്ലിളിച്ച് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ മുഖത്ത് പോലും അവർ നോക്കുന്നില്ല. Once upon a time they used to laugh with their hearts. പണ്ട് ഹൃദയം കൊണ്ടായിരുന്നു ചിരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വെറും പല്ലുകൾ മാത്രം ഉപയോഗിച്ചാണ് ചിരിക്കുന്നത്. അതിനെന്തില്ല, ആത്മാർത്ഥതയില്ലാത്ത ചിരിയാണ് ഇന്ന് ജനങ്ങൾ ചിരിക്കുന്നത്. There was a time indeed they used to shake hands with their hearts, but that's gone, son. Now they shake hands without hearts, while their left hands search my empty pockets. Dear son, there was a time when they shook my hands with their hearts. അന്നവർ എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നത് അവരുടെ ഹൃദയം കൊണ്ടായിരുന്നു. ബട്ട് ദാറ്റ്സ് ഗോൺ. ആ ഒരു കാലം കടന്നുപോയി മകനെ. നൗ ദേ ഷേക്ക് ദെയർ ഹാൻഡ്സ് വിത്തൗട്ട് ഹേർട്സ്. ഇന്നവർ എനിക്ക് ഷേക്ക് ഹാൻഡ് നൽകുന്നത് ഹൃദയമില്ലാതെയാണ്. വൈൽ ദെയർ ലെഫ്റ്റ് ഹാൻഡ്സ് സെർച്ച് മൈ എംപ്റ്റി പോക്കറ്റ്സ്. ഇന്നവർ എല്ലാവരും എൻ്റെ എംപ്റ്റി പോക്കറ്റിൽ പരതുകയാണ്. അതെല്ലാം പണ്ട് കാലത്തായിരുന്നു. There was a time when they shook hands with their hearts, but all that is gone, my dear son. പ്രിയപ്പെട്ട മകനെ, അതെല്ലാം ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നു. Feel at home. Come again. They say, when I come again I feel at home once, twice, there will be no thrice, for then I find doors shut on me. So I have learned many things, son. Feel at home, come again. They say, and when I come again and feel at home once, twice. Now they shake hands without hearts. While shaking hands they search my empty pockets to see if there anything in it. നമ്മൾ പണ്ട് ഷെയ്ക്കാൻഡ് നൽകിയിരുന്നത് ഹൃദയം കൊണ്ടായിരുന്നു. ഇന്ന് ഹൃദയമില്ലാതെയാണ് ഷെയ്ക്കാൻഡ് നൽകുന്നത്. അതുപോലെ തന്നെ വൈൽ ഷേക്കിംഗ് ഹാൻഡ്സ് ദ സെർച്ച് മൈ എംപ്റ്റി പോക്കറ്റ്സ് ടു സീ ഇഫ് ദർ എനിത്തിങ് ഇൻ ഇറ്റ്. അല്ലേ, ഒരു കൈ കൊണ്ട് ഷെയ്ക്കാൻഡ് നൽകുമ്പോൾ മറു കൈ കൊണ്ട് നമ്മുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ പരതുകയാണ്. അതുപോലെ തന്നെ ദേ ടെൽ മീ ഫീൽ അറ്റ് ഹോം. അവർ എന്നോട് പറയുന്നു, ഇത് നിന്റെ വീടല്ലേ, ആൻഡ് കം അഗെയിൻ, അല്ലേ, ഇനിയും വരണമെന്നൊക്കെ അവർ പറയുന്നു. പക്ഷേ അതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് ഞാൻ അറ്റ് ഹോം വൺസ്, ട്വൈസ്, ദർ വിൽ ബി നോ ത്രൈസ്, അതെല്ലാം വിചാരിച്ച് അവരുടെ വീട്ടിൽ ചെന്നാൽ ആദ്യത്തെ 1 or 2 തവണ അവരെന്നെ സ്വീകരിച്ചെന്ന് വരും. പക്ഷേ 3-ാം തവണയും ഞാൻ പോയാൽ അവർ വാതിലടച്ച് കളയും. At home once, twice, there will be no thrice, for then I find doors shut on me. അവസാനം എനിക്ക് നേരെ വാതിലടച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ, they tell me feel at home and come again, thinking they were sincere in what they said. I go to their houses once, thrice or twice. There is no third time, because when they see me the third time shut their doors on me. 3-ാമത്തെ തവണ ഒരിക്കലും പോവേണ്ടി വരില്ല. There will be no thrice. 3-ാം തവണ പോയാൽ you can find the doors shut on me. 3-ാമത്തെ തവണ അവർ വാതിലടച്ച് കളഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. I have learned to wear many faces like dresses: home face, office face, street face, host face, cocktail face, with all their confirming smiles like a fixed portrait smile. So I have learned my things, many things, son. അല്ലേ, അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. I have learned to wear many faces like dresses. I have learned many things and I have learned to wear many faces also.
ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും ഒരുപാട് മുഖങ്ങൾ അണിയാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. ലൈക്ക് ഡ്രസ്സ് മാറുന്നത് പോലെ എൻ്റെ മുഖം മാറ്റാനും ഞാൻ പഠിച്ചു. ഏതെല്ലാം തരത്തിലുള്ള മുഖങ്ങളാണ്? ഐ ചേഞ്ച് ആസ് ഐ നീഡ്. എനിക്ക് ഏതാണോ ആവശ്യം അതുപോലെ മാറാൻ ഞാൻ പഠിച്ചു. ദസ് ഹാവ് എ ഹോം ഫേസ്. അല്ലേ, ഒരു ഹോം ഫേസ് കാണാം. അല്ലേ, വീട്ടിൽ ഒരു മുഖം. ദെൻ ഓഫീസ് ഫേസ്, ഓഫീസിൽ ഒരു മുഖം. സ്ട്രീറ്റ് ഫേസ്, വഴിയിൽ മറ്റൊരു മുഖം. ഹോസ്റ്റ് ഫേസ്, അതിഥികൾ വരുമ്പോൾ ഒരു മുഖം. ആൻഡ് കോക്ടെയിൽ ഫേസ്, പാർട്ടികൾക്ക് പോകുമ്പോൾ ഒരു മുഖം. വിത്ത് ഓൾ ദെയർ കംഫർട്ടിംഗ് സ്മൈൽസ് ലൈക്ക് എ ഫിക്സ്ഡ് പോർട്രേറ്റ് സ്മൈൽ. ഓരോ മുഖത്തും കൊത്തിവെച്ചതുപോലെ ഓരോ ചിരിയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ഐ ഹാവ് ലേൺ ടു ലാഫ് ഓൺലി മൈ ടീത്ത്. അതുപോലെ തന്നെ ഐ ആൾസോ ഹാവ് ലേൺ ടു ലാഫ് ഓൺലി വിത്ത് മൈ ടീത്ത്. അതുപോലെ തന്നെ പല്ലുകൾ കൊണ്ട് മാത്രം, ഒരു പടത്തിലെന്ന പോലെ പല്ലുകൾ മാത്രം ചിരിക്കാനും ഹൃദയം തൊടാതെ കൈ പിടിച്ചു കുളിക്കാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു. ടു ലാഫ് വിത്ത് ഓൺലി മൈ ടീത്ത് ആൻഡ് ഐ ഷേക്ക് ഹാൻഡ്സ് വിത്തൗട്ട് മൈ ഹേർട്ട്. ഹൃദയമില്ലാതെ ഷേക്ക് ഹാൻഡ് നൽകാനും ആത്മാർത്ഥതയില്ലാതെ ചിരിക്കാനും ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഐ ഹാവ് ആൾസോ ലേൺ ടു സേ ഗുഡ് ബൈ വെൻ ഐ മീൻ ഗുഡ് റിഡൻസ്. ടു സേ ഗ്ലാഡ് ടു മീറ്റ് യു without being glad and to say it's been nice talking to you after being bored. കൂടാതെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലൂടെ പറയുന്നത്. ഐ ഹാവ് ആൾസോ ലേൺ ടു സേ ഗുഡ് ബൈ. ഗുഡ് ബൈ പറയാൻ ഞാൻ പഠിച്ചു. ഏത് സമയത്ത്? വെൻ ഐ മീൻ ഗുഡ് റിഡൻസ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പോകുന്നത് നന്നായി എന്ന് മനസ്സിൽ തോന്നുന്ന സമയത്ത് ഗുഡ് ബൈ പറയാൻ ഞാൻ പഠിച്ചു. ആൻഡ് ഐ ആൾസോ ലേൺ ടു സേ ഗ്ലാഡ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിത്തൗട്ട് ബീയിങ് ഗ്ലാഡ്, യഥാർത്ഥത്തിൽ സന്തോഷമില്ലാത്ത സമയത്ത് നിങ്ങളെ കണ്ടത് സന്തോഷമെന്ന് പറയാൻ ഞാൻ പഠിച്ചു. നിങ്ങളോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ വളരെ രസമായിരുന്നു, അതുപോലെ തന്നെ പഠിച്ചു. ആൻഡ് ടു സേ ഇറ്റ്സ് ബീൻ നൈസ് ടോക്കിംഗ് ടു യു. നിങ്ങളോട് സംസാരിക്കാൻ എത്ര നന്നായിരിക്കുന്നു, എത്ര രസമായിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ പഠിച്ചു. എന്ത് മനസ്സിൽ കരുതുമ്പോൾ പലപ്പോഴും വളരെ ബോറായിരിക്കുന്നു അയാളോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിൽ കരുതുമ്പോൾ അയാളോട് പറയുകയും ചെയ്യും, നിങ്ങളോട് സംസാരിക്കാൻ എന്ത് രസമെന്ന് പറയും. ഇത്രയും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചു. പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് ഹൃദയം കൊണ്ട് ഷേക്ക് ഹാൻഡ് നൽകാനും ആത്മാർത്ഥതയോടെ ചിരിക്കാനും ഒക്കെ എനിക്കറിയാമായിരുന്നു. സോ ബട്ട് ബിലീവ് മീ സൺ, എന്നിൽ വിശ്വസിക്കൂ. ബട്ട് മൈ സൺ, ഐ വാണ്ട് ടു ബി വാട്ട് യൂസ്ഡ് ടു ബി വെൻ ഐ വാസ് ലൈക്ക് യു. ഐ വാണ്ട് ടു ബി വാട്ട് ഐ യൂസ്ഡ് ടു ബി വെൻ ഐ വാസ് ലൈക്ക് യു. ഇപ്പോൾ നീ ആയിരിക്കുന്നത് പോലെ ഡിയർ സൺ, എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകണം. നീ ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ ഞാൻ പഠിച്ച തെറ്റായ കാര്യങ്ങൾ മറന്ന് എനിക്ക് പഴയതുപോലെ ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള ഒരു കുട്ടിയായി മാറണം. നിന്നെപ്പോലെ ആകണം. To unlearn all these muting things, most of all I want to relearn how to laugh, for my laugh in the mirror shows only my teeth like a snake's bare fangs. My dear son, the biggest change I want to learn to laugh sincerely. പ്രധാനമായും എനിക്ക് വേണ്ട മാറ്റങ്ങൾ, എങ്ങനെ ആത്മാർത്ഥമായി ചിരിക്കണമെന്ന് പഠിക്കണം. നൗ മൈ ലാഫ്റ്റർ ഐ ക്യാൻ സീ ഇൻ ദ മിറർ. ഇപ്പോൾ ഞാൻ ചിരിക്കുന്നത് ഷോസ് ഓൺലി മൈ ടീത്ത് ലൈക്ക് എ സ്നേക്സ് ബെയർ ഫാങ്സ്. ഐ ക്യാൻ സീ ഇൻ ദ മിറർ ഇറ്റ് ഈസ് ഓൺലി എ ഷോ ഓഫ് ടീത്ത് ലൈക്ക് എ ടീത്ത് ഓഫ് സ്നേക്ക്. ഇപ്പോൾ ഞാൻ ചിരിക്കുന്നത് ഒരു കണ്ണാടിയിൽ നോക്കി ചിരിക്കുമ്പോൾ എൻ്റെ പല്ലുകൾ വിഷപ്പാമ്പിൻ്റെ പല്ലുകൾ പോലെയാണ് എനിക്ക് കാണപ്പെടുന്നത്. സോ ഐ വാണ്ട് ടു ചേഞ്ച് മൈ സ്മൈൽ. I can see in the mirror. Now I can see in the mirror just like a snake. So my son, show me how to laugh. അതുകൊണ്ട് മകനെ, so my son, show me how to laugh.
ഷോ മീ ഹൗ ഐ യൂസ് ടു ലാഫ് ആൻഡ് സ്മൈൽ വൺസ് അപ്പോൺ എ ടൈം വെൻ ഐ വാസ് ലൈക്ക് യു. അതുകൊണ്ട് മകനെ, എന്നെ ചിരിക്കാൻ പഠിപ്പിക്കൂ. നിന്റെ പ്രായത്തിൽ ഞാൻ എങ്ങനെ ചിരിച്ചോ അതുപോലെ എനിക്ക് ഇനിയും ചിരിക്കണം. ഷോ മീ ഹൗ ടു ലാഫ്, ഷോ മീ ഹൗ യൂസ് ടു ലാഫ് ആൻഡ് സ്മൈൽ വൺസ് അപ്പോൺ എ ടൈം വെൻ ഐ വാസ് ലൈക്ക് യു. ഇത്രയുമാണ് പോയം. വളരെ സിമ്പിളായിട്ടുള്ള പോയമാണ്. ഇനി നമുക്കിതിൻ്റെ എക്സസൈസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹു ഈസ് ദ പോയറ്റ് സ്പീക്കിംഗ് ഇൻ ടു ദ പോയം? ഈ ഒരു കവിതയിൽ ആരോടാണ് കവി സംസാരിക്കുന്നത്? ആൻസർ ടു ഹിസ് സൺ. തൻ്റെ മകനോടാണ് കവി സംസാരിക്കുന്നത്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വെൻ ദ ഫാദർ സേസ് ഗുഡ് ബൈ, വാട്ട് ഡസ് ഹി റിയലി മീൻ? അച്ഛൻ ഗുഡ് ബൈ എന്ന് പറയുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ തൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണ്? ഗുഡ് റിഡൻസ്. ഗുഡ് റിഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പോയി കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. ഗുഡ് ബൈ എന്ന് പറയുമ്പോൾ ഒരിക്കലും സങ്കടമല്ല, പെട്ടെന്നൊന്ന് പോയി കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് കവി ചിന്തിക്കുന്നത്. ദ തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ സ്പീക്കർ വാണ്ട് ടു റീലേൺ? എന്തെല്ലാം കാര്യങ്ങളാണ് കവി വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ഹൗ ടു ലാഫ്. എങ്ങനെ ചിരിക്കണം? ക്വസ്റ്റ്യൻ നമ്പർ 4. ഐ ഹാവ് ലേൺ ടു വിയർ മെനി ഫേസസ് ലൈക്ക് ഡ്രസ്സസ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. ഞാൻ എൻ്റെ മുഖം ഡ്രസ്സ് മാറ്റുന്നത് പോലെ മാറ്റാൻ പഠിച്ചു. ഇതിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഏതാണ്? സിമിലിയാണ്. സിമിലി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സിമിലി എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ ലൈക്കോ ആസോ വെച്ച് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഇവിടെ ലൈക്ക് ഡ്രസ്സസ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിമിലിയാണ് ഇതിലെ ഫിഗർ ഓഫ് സ്പീച്ച്. സെക്ഷൻ 2. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ സെൻറ്റൻസ് ഓർ 2 ഈച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹൗ ഡസ് ദ സ്പീക്കർ കമ്പയർ ദ ലാഫ് ഇൻ ദ പാസ്റ്റ് ആൻഡ് നൗ? പണ്ടത്തെ ചിരിയും ഇപ്പോഴത്തെ ചിരിയും തമ്മിൽ എങ്ങനെയാണ് കവി താരതമ്യപ്പെടുത്തിയത്? ഇൻ ദ പാസ്റ്റ് പീപ്പിൾ ലാഫ്ഡ് വിത്ത് ദെയർ ഹാർട്ട്, ബട്ട് നൗ ദേ ലാഫ് ഓൺലി വിത്ത് ദെയർ ടീത്ത്. പണ്ട് ആളുകൾ ചിരിക്കുമ്പോൾ ഹൃദയം കൊണ്ടായിരുന്നു ചിരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആൾക്കാരുടെ ചിരിയിലൊന്നും ആത്മാർത്ഥതയില്ല. ദർ ഈസ് നോ സിൻസിയറിറ്റി ഇൻ ദ ലാഫ്റ്റർ ഓഫ് ദ പീപ്പിൾ നൗ. ദ ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഡു യു മീൻ ബൈ ഐസ് ബ്ലോക്ക് കോൾഡ് ഐസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഡു യു മീൻ ബൈ ഐസ് ബ്ലോക്ക് കോൾഡ് ഐസ്? ഈ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഐസ് ബ്ലോക്ക് കോൾഡ് ഐസ് മീൻസ് വെൻ പീപ്പിൾ ലാഫ് ദേ ഡു നോട്ട് റിവീൽ എനി വാംത്ത്. അല്ലേ, ജനങ്ങൾ ചിരിക്കുമ്പോൾ ഒരിക്കലും അതിൽ ഒരു ഊഷ്മളത നമുക്ക് കാണാൻ സാധിക്കില്ല. പീപ്പിൾ ആർ ഇമോഷൻലെസ്. അല്ലേ, ഒരു വികാരമൊന്നും കാണിക്കാത്ത ചിരിയാണ് ഇത്. ദെയർ ഐസ് റിഫ്ലക്റ്റ് നോ ലവ് ഇൻ ദം. ചിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നമുക്ക് സ്നേഹം കാണാൻ സാധിക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫേസസ് ദാറ്റ് സ്പീക്കർ വിയേഴ്സ്? കവി ധരിക്കുന്ന വിവിധ മുഖങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാട് മുഖങ്ങൾ മാറ്റാൻ ഞാൻ പഠിച്ചു എന്ന് കവി പറയുന്നുണ്ട്. ലൈക്ക് ഡ്രസ്സസ്, വസ്ത്രം മാറുന്നത് പോലെ മുഖവും മാറാൻ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. ലൈക്ക് ദ പോയറ്റ് വിയേഴ്സ് ഡിഫറെൻറ്റ് ഡ്രസ്സസ്, ഹി ഹാസ് ആൾസോ ലേൺ ടു വിയർ ഡിഫറെൻറ്റ് ഫേസസ് ഫോർ ഡിഫറെൻറ്റ് ഒക്കേഷൻസ്. വിവിധ സന്ദർഭങ്ങളിൽ ധരിക്കാൻ വിവിധ തരം മുഖങ്ങളുണ്ട് എന്ന് കവി പറഞ്ഞത്. 1. ദസ് ഹി വിയേഴ്സ് എ ഹോം ഫേസ്. വീട്ടിൽ ഒരു മുഖം. ദെൻ ഓഫീസ് ഫേസ്, ഓഫീസിലൊരു മുഖം. ദെൻ സ്ട്രീറ്റ് ഫേസ്, വഴിയിലൊരു മുഖം. ഹോസ്റ്റ് ഫേസ്, അതിഥികൾ വരുമ്പോൾ ആതിഥേയർക്കുണ്ടാവുന്ന ഒരു മുഖം. ദെൻ കോക്ടെയിൽ ഫേസ്, പാർട്ടിയിൽ ഒരു മുഖം. വിത്ത് ഓൾ ദെയർ കംഫർട്ടിംഗ് സ്മൈൽസ് ലൈക്ക് എ ഫിക്സ്ഡ് പോർട്രേറ്റ് സ്മൈൽ.
എല്ലാത്തിലും ഒരു ചിത്രത്തെ പോലെ, ഉറപ്പിച്ചു വെച്ച ഒരു ചിത്രത്തിലെന്ന പോലെ ഒരു പ്രത്യേക ചിരിയും വരച്ചു വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ചിരിയാണ് നൽകേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് ഡു ദ സ്നേക്ക് സ്റ്റാൻഡ് ഫോർ ഇൻ സ്നേക്ക് ബെയർ ഫാങ്സ്? സ്നേക്സ് ബെയർ ഫാങ്സ് എന്നതിൽ സ്നേക്സ് എന്നത് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? സ്നേക്സ് ബെയർ ഫാങ്സ് വിച്ച് മീൻസ് ദ നേക്കഡ് ടീത്ത് ഓഫ് സ്നേക്ക്. പാമ്പിൻ്റെ ഉറയില്ലാത്ത പല്ലുകളെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡിങ് ഫോർ എവിൽ, ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? പാപത്തെ കാണിക്കുന്നു. ഇൻസിൻസിയറിറ്റി, ആത്മാർത്ഥതയില്ലായ്മയെയും, ആൻഡ് ഡിസോണസ്റ്റി, സത്യസന്ധതയില്ലായ്മയെയും കാണിക്കുന്നു. ഇറ്റ് മീൻസ് ഈവൻ വെൻ വൺ laughs you see his teeth and smile, his intentions are insincere and dishonest. ഒരാൾ ചിരിക്കുമ്പോൾ അയാൾ വെറുതെ പല്ലിളിക്കുകയാണ്, അല്ലാതെ അയാളുടെ ചിരിയുടെ അർത്ഥം കാണിക്കുന്നത് ആത്മാർത്ഥതയില്ലായ്മയെയും സത്യസന്ധതയില്ലായ്മയുമാണ്. ഒരിക്കലും മനസ്സ് തുറന്നല്ല ആരും ചിരിക്കുന്നത്. ഒരു പാമ്പിനെ പോലെയാണ് ചിരിക്കുന്നത്. ഉള്ളിൽ നമ്മോട് പക കാണിച്ചിട്ട് പുറമേ മാത്രമുള്ള ചിരിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The next section, first question, comment on the theme of the poem. ഈ ഒരു കവിതയുടെ പ്രധാനമായ പ്രമേയം എന്തായിരുന്നു? There are two major themes in the poem Once Upon a Time by Gabriel O'Hara. പ്രധാനമായും രണ്ട് പ്രമേയങ്ങളാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. One is the insincerity of the hypocritical society that we live in today. ആധുനിക കാലത്തുള്ള മനുഷ്യരുടെ സമൂഹത്തിൻ്റെ ഇൻസിൻസിയറിറ്റിയും. The modern people have become very insincere and hardly any honesty in their show of emotion, affection and laughter. ആധുനിക കാലത്തുള്ള ജനങ്ങളുടെ വികാരത്തിലോ സ്നേഹപ്രകടനത്തിലോ ചിരിയിലോ ഒന്നിലും തന്നെ സത്യസന്ധത ഇല്ല. ലോജിക്കൽ റീസണിങ് ടേക്ക് പെർസിഡൻസ് ഓവർ ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ആർ ഫോംഡ് വിത്ത് സെൽഫിഷ് എയിംസ് ഇൻ മൈൻഡ് ഇൻസ്റ്റെഡ് ഓഫ് അഫെക്ഷൻ. It is a false facade that everyone hides behind as a result. We are alone and isolated despite of being surrounded by people in all sides. നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ടെങ്കിലും എല്ലാവരാലും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആരോടും പരസ്പരമായ ഒരു സ്നേഹവും പ്രകടിപ്പിക്കുന്നില്ല. There is a praise on relationship. There is neither place nor desire for empathy in the world of today. ഈ ഒരു കാലഘട്ടത്തിൽ ആരോടും സ്നേഹമോ സിമ്പതിയോ എമ്പതിയോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രധാനമായ മറ്റൊരു തീമാണ് ദ ഇന്നസെൻസ് ഓഫ് ദ ചിൽഡ്രൻ. ഇതെല്ലാം ആദ്യം പറഞ്ഞതെല്ലാം മുതിർന്നവരുടെ ചിന്തകളാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു തീമും കൂടെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ദ ഇന്നസെൻസ് ഓഫ് ചിൽഡ്രൻ ഈസ് അനദർ മേജർ തീം ഓഫ് ഇൻ ദിസ് പോയം. ആസ് ദിസ് സ്റ്റേറ്റ് ദാറ്റ് ദ പോയറ്റ് വാണ്ട്സ് ടു ഗോ ബാക്ക് ടു. ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിലേക്കാണ് കവി പോകാൻ ഉദ്ദേശിക്കുന്നതും. In his childhood that he remembers throughout the poem, the time when the things seemed to much more real and sincere. കവിക്ക് ഓർമ്മയുണ്ട് തൻ്റെ ചെറുപ്പകാലത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെയായിരുന്നില്ല. ഇപ്പോഴും കുട്ടികൾക്ക് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അവരിപ്പോഴും എന്താണ്? സത്യസന്ധരാണ്. A child has innocent mind when he laughs and he laughs his heart. കുട്ടികൾ ചിരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ചിരിക്കുന്നത്. When he says welcome, he means welcome. അല്ലേ, അവൻ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ വെൽക്കം പറയുകയാണെങ്കിൽ അവൻ്റെ മനസ്സിലും അവൻ വെൽക്കം തന്നെയാണ് പറയുന്നത്. ഒരിക്കലും പുറത്തൊരു ഭാവവും ഉള്ളിലൊരു ഭാവവും ആർക്കില്ല? കുട്ടികൾക്കില്ല. അപ്പോൾ ഈ ഒരു രണ്ട് തീമാണ് ആധുനിക കാലത്തെ യുവതലമുറയുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെയും ചിന്താഗതിയും അതുപോലെ തന്നെ കുട്ടികളുടെ ചിന്താഗതിയുമാണ്. ഈ ഒരു രണ്ട് തീമാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ എൻഡിങ് ഓഫ് ദ പോയം. ഈ ഒരു കവിതയുടെ അവസാനത്തെക്കുറിച്ചാണ് വിവരിക്കേണ്ടത്. ദ എൻഡിങ് ഓഫ് ദ പോയം ഈസ് ഹൈലി ഒപ്റ്റിമിസ്റ്റിക്.
വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് പോയം അവസാനിക്കുന്നത്. ദ മാൻ ഹാസ് റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാസ് ഫോർഗോട്ടൺ ഹിസ് സിൻസിയറിറ്റി ആൻഡ് ജനറോസിറ്റി. അല്ലേ, മുതിർന്ന ആൾക്ക് മനസ്സിലാവുകയാണ് തൻ്റെ സിൻസിയറിറ്റിയും ജനറോസിറ്റിയും ഒക്കെ അദ്ദേഹം മറന്നതായിട്ട്, അല്ലെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് ഓർമ്മ വരുന്നു. സച്ച് എ റിയലൈസേഷൻ ഈസ് ഗ്രേറ്റ് തിങ്. ഈ ഒരു തിരിച്ചറിവ് തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വി ക്യാൻ ചേഞ്ച് ബെറ്റർ ഫോർ ദ ബെറ്റർ ഓൺലി ഇഫ് വി റിയലൈസ് ദാറ്റ് ദർ ഈസ് സംതിങ് റോങ് വിത്ത് അസ്. നമുക്ക് തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റിനെ അംഗീകരിക്കലാണ് ഏറ്റവും വലിയ ശരി. ദ പ്രോബ്ലം വിത്ത് മോസ്റ്റ് പീപ്പിൾ ദാറ്റ് ദേ ഫെയിൽ ടു റിയലൈസ് ദേ ഹാവ് ദ ഡിഫക്റ്റ് ഓർ ഷോർട്ട് കമ്മിങ്സ്. പ്രധാനമായും ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ തൻ്റെ പോരായ്മകളും അതുപോലെ തന്നെ ഷോർട്ട് കമ്മിങ്സ് ഒന്നും തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാവാറില്ല. ദേ ഫീൽ ദേ ആർ ഫ്രീ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് മിസ്റ്റേക്ക് ആൻഡ് ദെർഫോർ ഓൾ ബിയോണ്ട് കറക്ഷൻ. ഞാൻ എല്ലാ തെറ്റിനാലും എല്ലാ കാര്യങ്ങളാലും ഫ്രീ ആണ് എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഹിയർ വി സീ ഹൗ എ ഗ്രോൺ അപ്സ് പ്രിറ്റൻഡ് ഹൗ ദേ ആർ ഹിപ്പോക്രിറ്റിക്കൽ. മുതിർന്നവർ എത്രത്തോളം അഭിനയിക്കുന്നുവെന്നും എത്രത്തോളം കപടന്മാരാണെന്നുമാണ് ഇതിലൂടെ നമുക്ക് കാണുന്നത്. ദേ ഓൺലി ലാഫ് വിത്ത് ദെയർ ടീത്ത്. വെറും പല്ലുകൾ കൊണ്ട് മാത്രമാണ് ചിരിക്കുന്നത്. ദർ വാസ് എ ടൈം വെൻ ദേ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദെയർ ഹേർട്സ് ബട്ട് ദാറ്റ് ഈസ് ഗോൺ. ഹൃദയം കൊണ്ട് ചിരിക്കാനും ഹൃദയം കൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് നൽകാനും എല്ലാം അവർക്ക് അറിയാമായിരുന്നു, പക്ഷേ അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. നൗ ദേ ഷേക്ക് ഹാൻഡ്സ് വിത്തൗട്ട് ഹേർട്സ് വൈൽ ഷേക്കിംഗ് ഹാൻഡ്സ് ബൈ സെർച്ച് ഓഫ് എംപ്റ്റി പോക്കറ്റ്സ് ഓഫ് പീപ്പിൾ ടു സീ ഇഫ് ദർ എനിത്തിങ് ഇൻ ദം. ഇപ്പോൾ ഷേക്ക് ഹാൻഡ് നൽകുകയാണെങ്കിൽ മറു കൈ കൊണ്ട് അവരുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്നവർ പരതുകയാണ്. അതുപോലെ തന്നെ ദേ മേ സേ ഫീൽ അറ്റ് ഹോം കം അഗെയിൻ ബട്ട് ഇഫ് യു ഡോണ്ട് ഗോ ദെയർ ഹോം ദ തേർഡ് ടൈം ദേ ഷട്ട് ദെയർ ഡോർസ് ഓൺ യു. ഇനിയും വരൂ എന്നവർ പറയുന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ തവണയല്ല, മൂന്നാമത് തവണ ഒന്ന് ചെന്ന് നോക്കിയാൽ അവരുടെ വീടിൻ്റെ വാതിൽ നമുക്ക് നേരെ അടച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ദ മാൻ ഹാസ് റിയലൈസ്ഡ് ഓൾ ദിസ് ഹിപ്പോക്രസി ആൻഡ് ഹി വാണ്ട് ടു ചേഞ്ച്. എന്നാൽ ഈ പോയത്തിൽ അവസാനം കവിക്ക് തൻ്റെ പോരായ്മകളെല്ലാം തിരിച്ചറിയുകയും നല്ല കാലത്തിലേക്ക് തിരിച്ചു പോവാൻ കവി ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഹി വാണ്ട് ഹിസ് സൺ ടു ടീച്ച് ഹിം സോ ദാറ്റ് ഹി ക്യാൻ ബി വൺസ് മോർ വാട്ട് ഹി യൂസ്ഡ് ടു ബി. ഒരിക്കൽ എനിക്കുണ്ടായിരുന്ന നന്മകളെല്ലാം തിരിച്ചു വരാനും അതെല്ലാം എനിക്ക് പഠിപ്പിച്ചു തരാനുമാണ് പോയത്തിൻ്റെ അവസാനത്തിലൂടെ കവി തൻ്റെ മകനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കവിതയുടെ അവസാനം ഹൈലി ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഹൈലി ഹോപ്പ്ഫുൾ ആണ്. Then the third question, once upon a time displays the pain of growing up and the loss of innocence comments. പ്രായമാകുന്നതിൻ്റെ വേദനയും നിഷ്കളങ്കത നഷ്ടപ്പെടുന്നതുമാണ് ഈ ഒരു കവിതയിൽ. കമൻറ്റ്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. It is true that the poem Once Upon a Time by Gabriel Okare, a Nigerian poet, displays the pain of growing up and the loss of innocence. നിഷ്കളങ്കത നഷ്ടപ്പെടുന്നതിൻ്റെയും പ്രായമാകുന്നതിൻ്റെ വേദനയുമാണ് ഈ ഒരു കവിതയിൽ പ്രതിപാദിക്കുന്നത്. When you are a child, you smile with your hearts and smile with sincere. നിങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഹൃദയം കൊണ്ട് ചിരിക്കാനും ആത്മാർത്ഥതയോടെ ചിരിക്കാനും അറിയാമായിരുന്നു. When you are a child, you shook hands with people and came it from your heart. As you grow up, you become insincere and hypocritical. എന്നാൽ പ്രായമാകുന്നതോടെ നിങ്ങളുടെ സിൻസിയറിറ്റി നഷ്ടപ്പെട്ട് ഹിപ്പോക്രിറ്റിക്കലായി മാറുകയാണ്. Now you smile with your teeth and shake hands without any feeling in your heart. ഇന്ന് നിങ്ങൾ ചിരിക്കുന്നത് വെറും പല്ലുകൊണ്ടും ഷേക്ക് ഹാൻഡ് നൽകുന്നത് ഹൃദയമില്ലാതെയുമാണ്. അതുപോലെ തന്നെ ഗുഡ് ബൈ പറയുമ്പോൾ ഗുഡ് റിഡൻസ് എന്നും ഫീൽ അറ്റ് ഹോം ആൻഡ് കം അഗെയിൻ എന്ന് പറയുമ്പോൾ അവർ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാതിലടക്കുകയും ചെയ്യുന്നു. യുവർ ഇൻവിറ്റേഷൻ ഈസ് ഇൻസിൻസിയർ. യു സേ ദോസ് വേർഡ് മിയർലി ഫോർ സേയിങ് സേക്ക്. ഈവൻ വെൻ യു ആർ അട്ടർലി ബോർഡ് യു ടു സേ ഇറ്റ് ഹാസ് എ നൈസ് ടു ടോക്കിംഗ് യു. ഒരാളോട് സംസാരിക്കുമ്പോൾ ബോറടിച്ചാൽ നിങ്ങൾ പറയും നിങ്ങളോട് സംസാരിക്കാൻ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയും. അപ്പോൾ മുഖത്ത് കപടത അഭിനയിച്ചുകൊണ്ട് ഉള്ളിൽ മറ്റൊരു മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗ്രോയിങ് അപ്പ് ഈസ് റിയലി എ പെയിൻ. അതുകൊണ്ട് പ്രായമാകുന്നത് ഒരു വേദന തന്നെയാണ്. ആൻഡ് ദർ ഇസ് എ ലോസ് ഓഫ് ഇന്നസെൻസ്. നമ്മുടെ ഇന്നസെൻസ് അതോടെ നഷ്ടമാവുകയാണ്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ കമൻറ്റ് ഓൺ ദ തീം ഓഫ് ദ പോയം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യനും ആൻസറായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഫോർത്ത് സെക്ഷൻ, ആൻസർ ദ ഫോളോയിങ്
in not more than 300 words each. Discuss how experience has replaced the innocence in the poem. അനുഭവം എങ്ങനെയാണ് നിഷ്കളങ്കതയെ മാറ്റുന്നത്? അപ്പോൾ ഇതിൽ ചെറുപ്പകാലത്തിലുള്ള അനുഭവവും പിന്നീട് മുതിർന്നുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് നമ്മോട് പങ്കുവെക്കുന്നത് കവി. ചെറിയതാവുമ്പോൾ യു സ്മൈൽ വിത്ത് യുവർ ഹേർട്സ്, യു സ്മൈൽ ഈസ് സിൻസിയർ, യു ഷേക്ക് ഹാൻഡ്സ് വിത്ത് ഹേർട്സ്. എന്നാൽ പ്രായമാകുമ്പോൾ ഇതിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ സ്റ്റാൻസ ബൈ സ്റ്റാൻസ എഴുതിയാൽ ഇതിൻ്റെ ആൻസർ ആവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൺസ് അപ്പോൺ എ ടൈം ഹാസ് എ കമൻറ്റേറ്ററി ഓൺ ദ ഹിപ്പോക്രസീസ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ കാപട്യങ്ങൾ കാണിക്കുന്ന ഒരു കവിത എന്ന നിലയിൽ നമുക്ക് വൺസ് അപ്പോൺ എ ടൈം എങ്ങനെ എഴുതാം? പ്രധാനമായും മോഡേൺ സൊസൈറ്റിയുടെ ഹിപ്പോക്രിറ്റിക്കൽ മൂഡാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. ഇൻ ദ പാസ്റ്റ് പീപ്പിൾ യൂസ്ഡ് ടു കൺവേ ദെയർ ഫീലിങ്സ് with sincerity and joy showed in their eyes, but now they only laugh with their teeth without their heart. പണ്ട് കാലത്ത് എല്ലാ കാര്യങ്ങളും വളരെ നിഷ്കളങ്കതയോടെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. സിൻസിയറിറ്റി ആൻഡ് ഹോണസ്റ്റി ഹാവ് ഗോൺ. സിൻസിയറിറ്റിയും ഹോണസ്റ്റിയും പാടെ ഇല്ലാതായി. There is a lot of hypocrisy and pretense in this society today. ഇന്ന് കാണുന്നത് ധാരാളം കപടതയും അഭിനയവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും ഈ ഒരു കാര്യവും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാൻസ ബൈ സ്റ്റാൻസ മീനിങ് കൂടി ഉൾപ്പെടുത്തി നമുക്ക് എഴുതാൻ സാധിക്കും. Does the poem end in a positive or depressive note? Why do you think so? Substantiate your answer. കവിത അവസാനിക്കുന്നത് ആശയിലാണോ നിരാശയിലാണോ? തീർച്ചയായും കവിത അവസാനിക്കുന്നത് a positive note. The ending of the poem is highly hopeful and optimistic. അത് നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ. The man has realized he has forgotten his sincerity and generosity. ഈ ഒരു മുതിർന്ന ആൾ തൻ്റെ സിൻസിയറിറ്റിയും അതുപോലെ തന്നെ ജനറോസിറ്റിയും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹം ബോധവാനാണ് എന്നാണ് അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മറിയും കൂടി കൂട്ടിയിട്ട് ഈ ഒരു കാര്യം ഫസ്റ്റ് ഭാഗത്ത് ഉൾക്കൊള്ളിച്ച് എഴുതിയാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാം. Okay, now I here to stop my class. Thank you.